വെൽക്കം വൺസ് അഗെയിൻ. ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിന്റെ ഭാഗമായിട്ട് ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാറ്റേൺ അനാലിസിസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് പാറ്റേൺ അനാലിസിസ്? നമ്മുടെ പ്രൈസിന്റെ മൂവ്മെന്റ് നമ്മൾ ഒരു ചാർട്ടിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് ചില പാറ്റേണുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ആ പാറ്റേണുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രൈസിന്റെ ഫർദർ മൂവ്മെന്റ് ഭാവിയെക്കുറിച്ച് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ പാറ്റേൺ അനാലിസിസിൽ നമ്മൾ രൂപപ്പെടുന്ന പാറ്റേണിനെ നമ്മൾ പഠന വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. പാറ്റേൺ അനാലിസിസിന്റെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്, കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തു കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന പാറ്റേൺ. ഒരു കപ്പ് അതിനെ തുടർന്നൊരു ഹാൻഡിൽ രൂപത്തിൽ പാറ്റേൺ രൂപപ്പെടുന്നതിനെയാണ് കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു പാറ്റേണിനെ കുറിച്ച്, അല്ലെങ്കിൽ ചില പാറ്റേണുകൾ, പ്രധാനപ്പെട്ട ചില പാറ്റേണുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പാറ്റേൺ അനാലിസിസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എപ്പോഴും നമ്മൾ ഒരു റെസിസ്റ്റൻസ് ലെവലിനെയും ഒരു സപ്പോർട്ട് ലെവലിനെയും ബേസ് ചെയ്തുകൊണ്ട് ആ റെസിസ്റ്റൻസ് ലെവലും സപ്പോർട്ട് ലെവലും എപ്പോഴാണ് ബ്രേക്ക് ആവുന്നത് എന്നതിനെ കൂടി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പാറ്റേൺ രൂപപ്പെടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു പാറ്റേണിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് ലെവല്, അതേപോലെ സപ്പോർട്ട് ലെവല്, ഏറ്റവും താഴേക്ക് ഉള്ള ഏറ്റവും പോകാൻ സാധ്യതയുള്ള ലെവലാണ് സപ്പോർട്ട് ലെവല്, മുകളിലേക്ക് ഏറ്റവും ഉയർന്നു പോകാൻ ഉള്ള മാക്സിമം ലെവലാണ് റെസിസ്റ്റൻസ് ലെവല്. അപ്പൊ ഈ രണ്ട് ലെവലുകളെ, അല്ലെങ്കിൽ ഈ രണ്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്യപ്പെടുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ പാറ്റേണിൽ എപ്പോഴും അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ നമ്മൾ അടുത്ത പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. ഹെഡ് ആൻഡ് ഷോൾഡർ അപ്പൊ നമുക്കറിയാം, ഒരാളുടെ ഹെഡ് അതേപോലെ അയാളുടെ രണ്ട് ഷോൾഡേഴ്സ്, ഇതേ രൂപത്തിലാണ് പാറ്റേൺ രൂപപ്പെടുന്നത്. അപ്പോ നമുക്കറിയാം, ഹെഡ് എപ്പോഴും മുകളിലും ഷോൾഡേഴ്സ് താഴെയും ആണ് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡർ എന്നതിന്റെ ഒരു പാറ്റേണിന്റെ രൂപം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു പ്രൈസിൽ ഹൈക്ക് സംഭവിക്കുകയാണ്, പ്രൈസിൽ ഒരു കയറ്റം സംഭവിക്കുകയാണ്. ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രൈസ് ഒരുപാട് മുകളിലേക്ക് കയറി ഒരു പ്രത്യേക പോയിന്റിലെത്തും. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ഷാർപ്പ് പോയിന്റുകളാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡറിൽ വരുന്നത്. ഷാർപ്പ് പോയിന്റ് ആണ്, കൂർത്ത മൂന്ന് ടോപ്പുകളാണ്. ഏറ്റവും ഉയർന്ന വില ക്ലോസ് ചെയ്യുന്നത്, ഏറ്റവും ഉയർന്ന വില എത്തുന്നത് മൂന്ന് ഷാർപ്പ് പോയിന്റ് ആണ്. കുത്തനെയുള്ള കയറ്റമാണ്, ഷാർപ്പായിട്ടാണ് അതിന്റെ ടോപ്പ് സംഭവിക്കുന്നത്. നമ്മളറിയാം, കപ്പ് ആൻഡ് ഹാൻഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞ അതിന്റെ അടിഭാഗം ഷാർപ്പായിട്ടല്ല, എന്നുവെച്ചാൽ കുത്തനെയല്ല, ഒറ്റയടിക്ക് ഇങ്ങനെ കുത്തനെ കുറയലല്ല, മറിച്ച് വില ക്രമാതീതമായിട്ട് കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇങ്ങനെ ഒരു യു ഷേപ്പാണ് കപ്പ് ആൻഡ് ഹാൻഡിൽ വരുന്നത്. ഇവിടെ യു ഷേപ്പ് അല്ല, ഇവിടെ കുത്തനെ വളരെ പെട്ടെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത്, കുത്തനെ കയറുന്നതാണ് വില. അപ്പൊ ഒരു മൂന്ന് ഷാർപ്പ് പോയിന്റ് ആണ് അതിന്റെ എന്ത് വരുന്നത്, മുകൾ ഭാഗത്ത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഈ മൂന്ന് ടോപ്പ് ഭാഗം വരുന്നുണ്ട്. അതിൽ ആദ്യം ഇത് താഴ്ന്ന ലെവലിൽ നിന്ന് ഒരുപാട് ഇതിന്റെ വില വർദ്ധിച്ച് ഉയർന്നു വരികയും, ആ ഉയർന്നു വന്ന് ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ ഇതിന്റെ വില ഷാർപ്പായിട്ട് തന്നെ കുത്തനെ താഴാനും തുടങ്ങുന്നു. മെല്ലെ മെല്ലെ അല്ല, വളരെ പെട്ടെന്ന് തന്നെ കുറയാനും തുടങ്ങുന്നു. അപ്പൊ ആദ്യത്തെ ഷോൾഡർ രൂപപ്പെട്ടു. ഇനി ഇത് ഒരുപാട് താഴുന്നില്ല, നമ്മൾ എവിടെ നിന്നാണോ ഈ വില ഉയർന്നു വന്നത് അത്രയും ഇത് താഴുന്നില്ല, പണ്ടത്തെ അത്രയും വിലയിലേക്ക് എത്തുന്നില്ല. അതിനു മുമ്പ് തന്നെ ഒരു പ്രത്യേക പോയിന്റിൽ എത്തുകയും, ആ താഴ്ച ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ ഇത് വീണ്ടും വളരെ കുത്തനെ ഉയരാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഉയർന്ന് നേരത്തെ നമ്മൾ ഷോൾഡർ രൂപപ്പെട്ട് ഒരു പോയിന്റിൽ എത്തിയപ്പോൾ താഴാൻ തുടങ്ങിയല്ലോ, അതിന്റെയും മുകളിലേക്ക് ഈ വില വർദ്ധിക്കുന്നു. കുത്തനെയാണ് വർദ്ധിക്കുന്നത്. ഒരു ഷാർപ്പ് പോയിന്റ്, അപ്പൊ നേരത്തെ ഷോൾഡറിനേക്കാൾ വില വർദ്ധിച്ച് ഷാർപ്പ് പോയിന്റിലെത്തി വീണ്ടും ഇത് കുറയാൻ തുടങ്ങുന്നു. വീണ്ടും ഇത് കുത്തനെ കുറയുന്നു. പക്ഷെ ഇത് കുത്തനെ കുറയുന്നത് നേരത്തെ എത്ര പോയിന്റിലാണോ എത്തിയത്, എത്ര വിലയിലാണോ എത്തിയത്, കുറഞ്ഞെത്തിയത്, അവിടെ ആ വില വരെ അത് കുറയുന്നു. വീണ്ടും അതിലും താഴേക്ക് പോകുന്നില്ല,
അല്ലെങ്കിൽ അതിന്റെ മുകളിൽ എത്തി നിൽക്കുന്നുമില്ല. നേരത്തെ നമ്മൾ രൂപപ്പെട്ട ഒരു താഴ്ന്ന വില ഉണ്ടല്ലോ അവിടെ എത്തി അത് വീണ്ടും മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഒക്കെ ഷാർപ്പായിട്ടാണ് സംഭവിക്കുന്നത്. പിന്നെ വീണ്ടും മുകളിലേക്ക് പോയാൽ നേരത്തെ ഷോൾഡർ എവിടെയാണോ നമ്മൾ എൻഡ് ചെയ്തത് അവിടെ എത്തി വീണ്ടും അതിന് സംഭവിക്കുന്നു, കുത്തനെ കുറയാൻ സംഭവിക്കുന്നു. അപ്പൊ 3 തവണ ഇത് ഉയർന്നു. ആദ്യത്തെ തവണ ഉയർന്നു, ഒരു ഷോൾഡർ രൂപപ്പെട്ടു, താഴ്ന്നു, വീണ്ടും ഉയർന്നു, ഷോൾഡറിനേക്കാൾ മുകളിൽ ഒരു ഹെഡ് രൂപപ്പെട്ടു, വീണ്ടും താഴാൻ തുടങ്ങി. നേരത്തെ ഷോൾഡറിന്റെ താഴ്ഭാഗം എവിടെയാണോ അവിടെ വരെ എത്തി, വീണ്ടും ഇത് ഉയരാൻ തുടങ്ങി. വീണ്ടും ഉയർന്നിട്ട് ഹെഡിന്റെ അവിടെ വരെ ഉയരുന്നില്ല പ്രൈസ്. അതിന്റെ താഴെ ഇതിന്റെ വില എത്തുന്ന സമയത്ത് ഇത് വീണ്ടും താഴാൻ തുടങ്ങുന്നു. അപ്പോൾ പിന്നീട് താഴ്ചയാണ്. പിന്നീട് നല്ലോണം താഴ്ന്ന് നമ്മൾ ഇതിന്റെയൊക്കെ തുടക്കത്തിൽ എവിടെയാണോ പോയത് അത്രയും അത് താഴേക്ക് പോകുന്ന ഒരവസ്ഥയാണ് സംഭവിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഈ 2 ഷോൾഡറിന്റെയും അടിഭാഗം നമ്മൾ ഒരു നെക്ക് ലൈൻ എന്ന് പറയാം നമുക്കതിന്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് നെക്ക് ലൈൻ എന്നാണ്. നെക്ക് എന്ന് പറഞ്ഞാൽ കഴുത്താണല്ലോ. നെക്ക് ലൈൻ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ആണ് ഇതിന്റെ താഴ്ഭാഗം രൂപപ്പെടുന്നത്. ആ താഴ്ഭാഗത്താണ് ഷോൾഡറിന്റെ അവിടെ ഉയർന്ന് പിന്നെ ആ താഴ്ഭാഗം വരെ അത് താഴുന്നു, വീണ്ടും പൊന്നുന്നു, വീണ്ടും ആ താഴ്ഭാഗം വരെ. അപ്പൊ അതൊരു ലെവലാണ്, ഒരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ആ സമയത്ത് രൂപപ്പെടുന്ന ഒരു സപ്പോർട്ട് ലെവലാണ് ഈ നെക്ക് ലൈൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ എന്നുള്ള പാറ്റേണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 സക്സസീവ് റാലീസ്. റാലി എന്നുള്ള ഉദ്ദേശിച്ചത് വിലയിൽ വരുന്ന വർധനവിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ 3 തവണ നല്ല രീതിയിലുള്ള വില വർധനവ് സംഭവിക്കുന്നുണ്ട്. അത് പിന്നെ ഇടയ്ക്കൊന്ന് കുറയുന്നുണ്ടെങ്കിലും വീണ്ടും വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ 3 തവണ ഉണ്ടാവുന്ന റാലിക്ക് ശേഷം പിന്നീട് അതിന്റെ വില കുറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ നെക്ക് ലൈൻ എന്ന് പറയുന്നത് 2 ഷോൾഡറിന്റെയും ബോട്ടം പോയിന്റുമായി കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, നെക്ക് ലൈൻ എന്ന് നമ്മൾ പറയാറ്. അപ്പൊ ഇതില് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ റാലിയിൽ ഒരു ഹൈറ്റ് രൂപപ്പെടുന്നുണ്ട്. ഷോൾഡറിന്റെ ലെഫ്റ്റ് ഷോൾഡറിന്റെ ഒരു ഹൈറ്റ് രൂപപ്പെടുന്നുണ്ട്. ആദ്യത്തെ റാലിയിൽ രൂപപ്പെടുന്നുണ്ട്. പിന്നെ താഴേക്ക് വന്നു. അപ്പോൾ സപ്പോർട്ട് ലെവൽ രൂപപ്പെടുന്നുണ്ട്. അതാണ് നെക്ക് ലൈൻ എന്ന് പറയുന്നത്. അതാണ് ആ സപ്പോർട്ട് ലെവൽ രൂപപ്പെടുന്നുണ്ട്. പിന്നെ വീണ്ടും അടുത്ത റാലി മുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ആ ഷോൾഡറിന്റെ ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തത് മുകളിലേക്ക് പോകുന്നുണ്ട്. ബ്രേക്ക് ചെയ്തത് മുകളിലേക്ക് പോകുന്നു. പിന്നെ വീണ്ടും അത് താഴേക്ക് വരുന്നു. താഴേക്ക് വരുമ്പോൾ പഴയ സപ്പോർട്ട് രൂപപ്പെട്ടിട്ടുണ്ട് നെക്ക് ലൈൻ, അത് വരെ താഴേക്ക് വരുന്നു. വീണ്ടും അത് മുകളിലേക്ക് പോകുന്നു. അടുത്ത റാലി, മൂന്നാമത്തെ റാലിയിൽ സംഭവിക്കുന്നത് തൊട്ടു മുമ്പുള്ള റാലിയിൽ അത്രയും ഉയരം പോകുന്നില്ല. തൊട്ട് മുമ്പ് രൂപപ്പെട്ട അത്രയും ആ റെസിസ്റ്റൻസ് ലെവലിന്റെ അവിടെ മുട്ടാതെ അതിന് താഴെ ക്ലോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, താഴേക്ക് വരുന്നു. ആ താഴേക്ക് വരുമ്പോൾ ഈ സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നു. ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് എന്താ, പിന്നെ കീഴ്പോട്ട് പോവുകയാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കീഴ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പാറ്റേണിൽ നമ്മൾ സംഭവിക്കുന്നത്. അടുത്ത ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഡബിൾ ടോപ്പ് ആണ്. ഡബിൾ ടോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പ്രൈസ്, ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസ് ഉയർന്നു പോകുന്നു. ഉയർന്നു പോയിട്ട് ഒരു പ്രത്യേക പോയിന്റിൽ എത്തുന്നു. അത് റെസിസ്റ്റൻസ് ലെവലാണ്. പിന്നെ അവിടുന്ന് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ താഴത്തേക്ക് വരുന്നു. കുറച്ച് താഴത്തേക്ക് വന്നൊരു സപ്പോർട്ട് ലെവല് ഉണ്ട്. അവിടെ വന്ന് വീണ്ടും ഇത് മുകളിലേക്ക് പോകുന്നു. വീണ്ടും മുകളിലേക്ക് പോയി നേരത്തെ രൂപപ്പെട്ട ആ റെസിസ്റ്റൻസ് ലെവൽ വരെ എത്തുന്നു. ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബ്രേക്ക് ചെയ്താൽ പിന്നെ മുകളിലേക്ക് പോകാം. പക്ഷെ ആ റെസിസ്റ്റൻസ് ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അതിന്റെ വില പിന്നെ കുറയുക ചെയ്യുന്നത്, പിന്നെ വർദ്ധിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഒരു പ്രത്യേക പോയിന്റിൽ ഇത് 2 വട്ടം ടച്ച് ചെയ്തു. 2 വട്ടവും ഇതിന് ആ ലെവലിന്റെ മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഡബിൾ ടോപ്പ് രൂപപ്പെട്ടു. 2 ടോപ്പ് രൂപപ്പെട്ടു. 2 ടോപ്പ് എന്ന് പറയുന്നത് 2 വട്ടം ഇത് ഒരു പ്രത്യേക വില എത്തിയിട്ട് കീഴ്പ്പെട്ടു പോരുകയാണ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. 2 വട്ടം ശ്രമിച്ചു ആ വിലയുടെ മുകളിൽ പോകാൻ. പക്ഷെ അത് റെസിസ്റ്റൻസ് ലെവലാണ്. അതിന്റെ മുകളിലേക്ക് വില വർദ്ധിക്കുന്നില്ല. അവിടെ എത്തുമ്പോൾ കീഴ്പോട്ട് തന്നെ പോരുകയാണ്. അങ്ങനെ 2 വട്ടവും ഇത് ശ്രമിച്ച് പരാജയപ്പെട്ട് കീഴ്പോട്ട് മൂന്നാമത്തെ വട്ടം കീഴ്പോട്ട് പോരുമ്പോൾ
ഒരു ട്രെൻഡ് റിവേഴ്സലിനെയാണ് കാണിക്കുന്നത്. ട്രെൻഡ് റിവേഴ്സൽ എന്താണെന്ന് നമുക്കറിയാം. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരുന്നത് വില വർധനവേ ആയിരുന്നു. 2 വട്ടം വർദ്ധിച്ചൊരു പോയിന്റിലെത്തി വീണ്ടും അതിന് മുകളിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കായി ഇതിന്റെ വില പുറകോട്ട് കീഴ്പോട്ട് പോരുന്ന രീതിയാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ 2 വട്ടം ഒരു ടോപ്പ് രൂപപ്പെട്ടിട്ട് പിന്നീട് അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിന്റെ വില കീഴ്പോട്ട് പോകുന്നു. ഒരു ട്രെൻഡ് റിവേഴ്സൽ. ഇപ്പോൾ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നു. അതാണ് ഡബിൾ ടോപ്പ്. ഇനി ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡബിൾ ബോട്ടം. അതായത് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രെൻഡാണ് കാണിക്കുന്നത്. വില നല്ലോണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ലെവലിൽ വന്നു. പിന്നെ ഇത് അതിൽ കീഴ്പോട്ട് പോകുന്നില്ല. ആ വില എത്തിയപ്പോൾ അവിടെ നിന്നു. പിന്നെ ഇതിന്റെ വില ഒന്ന് വർദ്ധിച്ചു. വീണ്ടും ഇതിന്റെ വില കുറഞ്ഞു. ഈ നേരത്തെ രൂപപ്പെട്ട സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും കീഴ്പോട്ട് പോകാൻ നോക്കി. പക്ഷെ കീഴ്പോട്ട് പോകുന്നില്ല. ഒരു പ്രത്യേക ലെവലെത്തുമ്പോൾ 2 വട്ടവും ആ ലെവലിൽ നിന്ന് കീഴ്പോട്ട് പോകാൻ പറ്റാതെ പിന്നെ ഇതിന്റെ വില വർദ്ധിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡ് റിവേഴ്സലാണ് പിന്നെ സൂചിപ്പിക്കുക. 2 വട്ടവും ഇത് രൂപപ്പെട്ടു. 2 ബോട്ടം, ഡബിൾ ബോട്ടം, 2 ബോട്ടം രൂപപ്പെട്ടു. പക്ഷെ അതിന് ബ്രേക്ക് ചെയ്ത് കീഴ്പോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ട്രെൻഡ് റിവേഴ്സൽ. അപ്പൊ നേരെ ഓപ്പോസിറ്റ്, വില കുറയാനുള്ള ട്രെൻഡിനെ നേരെ ഓപ്പോസിറ്റ് വില വർദ്ധിക്കുകയാണ് പിന്നെ സംഭവിക്കുക. അപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ സൂചിപ്പിക്കുന്ന 2 വട്ടം ഒരു പ്രത്യേക ലെവലിലെത്തി അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ഓപ്പോസിറ്റ് ട്രെൻഡിലേക്ക് പോകുന്ന ഒരു ഇതിനാണ് ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഡബിൾ ബോട്ടം. വില വർദ്ധിക്കുന്നതിന്റെ ഇതാണെങ്കിൽ ഡബിൾ ടോപ്പാണ് രൂപപ്പെടുക. വില കുറയുന്നതിനാണെങ്കിൽ ഡബിൾ ബോട്ടമാണ് രൂപപ്പെടുക.